ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദിയ കൃഷ്ണകുമാറിനെ കുറിച്ചുള്ളതാണ്. ഒരാൾ വളരെ കഷ്ടപ്പെട്ട് പടുതുയർത്തിയ അവൻ്റെ ബിസിനസ് സാമ്രാജ്യം ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവരുടെ ബിസിനസ് സാമ്രാജ്യത്തിൽ നിന്നും കുറച്ച് കാശ് അടിച്ചു മാറ്റിയിട്ട് അതിനെ വളരെയധികം നല്ല രീതിയിൽ ന്യായീകരിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വീഡിയോ കണ്ടു നോക്കാം. അവരല്ല ആദ്യം കേസ് കൊടുത്ത്, ഞങ്ങളാണ് ആദ്യം കേസ് കൊടുക്കുന്നത്. ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിച്ച് പറയുമ്പോൾ അവർ വന്നതിന് ശേഷമാണ് കേസ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ഓക്കെ. അപ്പോൾ ആണെങ്കിൽ ഇവരുടെ പേരിലാണ് ഈ അലിഗേഷൻസ് മുഴുവനുള്ളത്. ഇവരാണെങ്കിൽ ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും ഒരുപാട് രൂപ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അടിച്ചു മാറ്റി അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്നുള്ളൊരു കേസുമായിട്ടാണ് ദിയ മുമ്പോട്ട് വന്നത്. പക്ഷെ അവർ വളരെ മാന്യമായിട്ടുള്ള ഒരു കുടുംബമായതുകൊണ്ടും മുന്നിൽ നിൽക്കുന്ന 3 പെൺകുട്ടികളായതുകൊണ്ടും ഇവരെനിക്ക് കേസൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഒത്തുതീർപ്പാക്കാൻ നോക്കി. അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് അഹങ്കാരം, അതിനുവേണ്ടി ഇവർ കേസ് കൊടുത്തതിന് ശേഷം മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി ദിയ ഇവർ പറയുന്നു ജാതി അധിക്ഷേപം എന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല, ഈ 2025 കാലഘട്ടങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഈ ജാതിയുടെ പേര് പറയുമോ? ഇന്നൊക്കെ ഈ മിക്സഡ് മാരേജും അതുപോലെ ഏത് കാസ്റ്റിലുള്ളവർ സ്നേഹിക്കുന്നു, അതൊക്കെ ഒരു പ്രായമായവർ വരെ അതിനെക്കുറിച്ചൊന്നും കൺസേൺഡ് അല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കേസ് ജയിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിനെ നാണം കെടുത്താൻ വേണ്ടിയോ ഇവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം നടക്കും എന്നുള്ളൊരു കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ അതിനു മുമ്പ് ദിയ ഭയങ്കര ബോസി ആയിട്ടാണ് ഇവരോട് പെരുമാറിയത്, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ആറ്റിറ്റ്യൂഡായിട്ടാണ് പെരുമാറിയതെന്ന് ഇവൾമാർ പറയുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, സത്യം ഇവരുടെ വായിന്ന് തന്നെ വരുന്ന ഒരു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സാലറി അല്ല ദിയ തരുന്നതല്ലാതെ നമ്മൾ എടുത്തിട്ടില്ല. ദിയ നമുക്കൊരു ഇൻക്രിമെന്റ് പോലെ നമുക്ക് തരുമായിരുന്നു ക്യാഷ്, ഒരു 5,000 10,000 അങ്ങനെ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോഴും ഗൂഗിൾ പേ അല്ല, എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിലല്ലേ ക്യാഷ് വരുന്നത്. അപ്പം നമ്മൾ ടോട്ടൽ പറയുമ്പോൾ ഇത്ര പോയിട്ട് ബാക്കി കൊണ്ടുവന്നാൽ മതി, അങ്ങനത്തെ ഒരു ക്യാഷാണ് പറയുന്നത്. പുള്ളിക്കാരിക്ക് കണക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞങ്ങളുടെ ഇല്ല, അവരേലുണ്ട്. നമ്മുടെ ഇപ്പോൾ എടുത്താൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ. ഏതൊരു ഫീൽഡിലാണ് അവർ മാസം ഇൻക്രിമെന്റ് പോലെ അല്ലെങ്കിൽ തൻ്റെ ബിസിനസ് മുമ്പോട്ട് പോകുമ്പം ഒരു സന്തോഷത്തിന് വേണ്ടി 5,000 രൂപയും 10,000 രൂപയും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് ഇൻക്രിമെന്റ് പോലെ? അത്രയും ഏതൊരാളാണ്? നമ്മുടെ ഒരു കേരളത്തിൽ പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് ഒരുപാട് ആളുകൾ പല പല കമ്പനികളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഏത് സ്ഥാപനത്തിലാണ് 5,000 രൂപയും 10,000 രൂപയും ഒരു സന്തോഷത്തിന് എന്നാ നിങ്ങൾ പിടിച്ചോ, എനിക്ക് ഇത്രയധികം ബിസിനസ് ഉണ്ടായി അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഏത് സ്ഥാപനത്തിലാണ് കൊടുക്കുന്നത്? ഇവർക്കിത് പറയാൻ എന്ത് അർഹതയാണുള്ളത്? ദിയ അധിക്ഷേപിച്ചു എന്ന് പറയാൻ. ദിയ അധിക്ഷേപിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, ഇവർക്ക് ഇത്ര അധികം അഭിമാനമുള്ളവരാണെങ്കിൽ എന്തുകൊണ്ട് അവര് അവിടെ തന്നെ ആ കമ്പനി തന്നെ തുടർന്നു? ദിയ ഇത്ര അധികം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ അവരൊരു പബ്ലിക് ഫിഗറാണ്, അവർ വളരെ ഫേമസ് ആണ്, അവർക്ക് ഒരുപാട് ബിസിനസ് ഉണ്ടാവും. അവർക്ക് ഇവരുടെ 5,000 10,000 10 ലക്ഷം രൂപയോ കിട്ടിയിട്ട് അവർ ലൈഫിൽ രക്ഷപ്പെട്ട ആളുകളല്ല. പിന്നെ ഇവരങ്ങനെയുള്ള ആളുകൾക്കെതിരെ പറയുമ്പം, അതും കള്ളത്തരം പറയുമ്പം ഇവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇവർക്കൊരു പരിധി കൂടുതൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും. ഇവർ പറയുന്നുണ്ട് ദിയയുടെ ഫാദർ കൃഷ്ണകുമാർ ഇവരെ ത്രട്ടൻ ചെയ്തു അല്ലെങ്കിൽ ചീത്ത വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ പെൺമക്കളെ കൊണ്ട് ജീവിക്കാൻ ആളുകൾക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കൃഷ്ണകുമാർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് അത് പറഞ്ഞു? കാരണം കൃഷ്ണകുമാർ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ട അദ്ദേഹത്തിന്റെ കടമയാണെന്ന്. ഇനി ഇവർ ചെയ്ത ഇനി നമുക്ക് വേറൊരു ക്ലിപ്പ് കണ്ടുനോക്കാം. ശരിക്കും സത്യം പുറത്തു വരുന്നൊരു ക്ലിപ്പ് കണ്ടുനോക്കാം. സ്കാനർ വേറെ, നിങ്ങളുടെ സ്കാനർ, നിങ്ങളുടെ കോഡ് നിങ്ങൾ സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കടയിൽ ഫോണിൽ എന്തെന്നും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുന്നത്. അത് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ സ്കാനർ ചോദിക്കുന്നു. അത് ആദ്യം ചെയ്യാൻ ആണെങ്കിൽ നന്നായിട്ട് പറ്റിക്കാൻ അറിയായിരുന്നു. കാരണം പലതവണ അഹാനയുടെ അമ്മയും ദിയയുടെ ഷോപ്പിൽ പോയപ്പം ഇവരാണെങ്കിൽ കറക്റ്റ് QR കോഡുള്ള സ്കാനറാണ് കാണിച്ചു കൊടുത്തത്. മറ്റുള്ള ആളുകൾ പോകുമ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവരുടെ ഫോണിൽ തന്നെ ഇവരുടെ അക്കൗണ്ടിലേക്ക് പോകേണ്ട രീതിയിൽ ഒരു സ്കാനർ ഉണ്ടാക്കിയിട്ട് അതുവഴി സ്കാൻ ചെയ്തിട്ടാണ് ആളുകൾ
എന്താ പറയുന്നത്, ആളുകളുടെ കയ്യിൽ നിന്ന് ഇവർ കാശ് അടിച്ചു മാറ്റിയത്. അപ്പോൾ ഇവർ പണി തുടങ്ങിയത് ഇന്നൊന്നുമല്ല, കഴിഞ്ഞ ഓഗസ്റ്റിൽ തുടങ്ങിയതാണ്. ആദ്യം ഇവർ 10,000 രൂപ മോഷ്ടിച്ചു, പിന്നെ അത് പിടിക്കപ്പെട്ടില്ല എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നല്ല രീതിയിൽ നന്നായിട്ട് കാശ് അടിച്ചു മാറ്റി. പക്ഷേ ഇതിലൊരു കാര്യം പറയാനുള്ളത്, ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ട് ഇത്രയും നല്ല രീതിയിൽ ബിസിനസ് നടത്തുമ്പം ഇത്രയും രൂപയുടെ നമ്മൾ പ്രഗ്നൻ്റ് ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ എന്തായിക്കോട്ടെ, നമ്മൾ ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തി കഴിയുമ്പം അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവൽ അല്ലെങ്കിൽ ഇത്രയും രൂപയുടെയൊക്കെ ഒരു മാറ്റം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതൊന്ന് നോട്ട് ചെയ്യത്തില്ലേ? ഇനിയിപ്പോൾ നമുക്കറിയത്തില്ല ഇവർക്ക് വേറെ ബിസിനസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ അത്ര തിരക്കുള്ളവരാണോ, എങ്കിലും ഇവർ മാത്രമായിരിക്കത്തില്ലല്ലോ, അതിൻ്റെ ലെവലിൽ വേറെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കത്തില്ലേ. എങ്കിൽ പോലും ഇവർക്ക് ഒരർഹതയില്ല ദിയ അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. ജാതി പറഞ്ഞു, മതം പറഞ്ഞു, അല്ലെങ്കിൽ ഒരുപാട് ഓവർലോഡ് വർക്ക് ചെയ്യിപ്പിച്ചു. ഇന്നത്തെ കാലത്ത് ഏത് സ്ത്രീകളെയാ താഴത്തെ നിലയിൽ നിന്ന് മേളത്തെ നിലയിലേക്ക് ചുമട് ചുമപ്പിച്ചുകൊണ്ട് സ്റ്റോക്ക് കൊണ്ടുപോകുന്നത്? ഇവർക്ക് കൊണ്ടുപോകാൻ മാത്രമുള്ള സ്റ്റോക്ക് ആയിരിക്കും. ഇത്രയും ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഇവർ തന്നെ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് ചിന്തിക്കാം, അവിടുത്തെ വരുമാനത്തിൻ്റെ ഇതെന്തുവാന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതായത് ഇത്രയും രൂപ ആ കമ്പനിയിൽ നിന്ന് പോയിട്ടും ഇവർ പറയുന്നത് ദിയയ്ക്ക് കണക്കില്ല, അല്ലെങ്കിൽ ദിയ അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. സാധാരണ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഒരു 500 രൂപയോ ഒരു 1000 രൂപയോ ചാടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയും. കാരണം നമ്മുടെ കയ്യിൽ അത്ര കാശ് കുറവായതുകൊണ്ട് നമ്മൾ അറിയും. പക്ഷെ ഇത് ഇത്രയും രൂപയുടെ ക്രമക്കേട് വന്നിട്ട് പോലും ദിയ അറിഞ്ഞില്ല. അങ്ങനെ അത്രയും രൂപയുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടക്കുന്ന ഒരു ബിസിനസ് സെന്ററിൽ ഒരു ചുമട് ചുമന്ന് ഇവരുടെ സ്റ്റോക്ക് മേളിൽ കൊണ്ടുവന്ന് വെക്കാൻ ആരുമില്ല എന്ന് പറയുന്നത് വളരെ മോശം. ഇവർ എത്രത്തോളം കള്ളത്തരല്ലേ പറയുന്നത്. നമ്മൾ എന്തൊരു ജോലി ചെയ്താലും ആ ജോലിയോട് നമ്മൾ വളരെ വലുതായിട്ട് ആത്മാർത്ഥത കാണിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ജോലി കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ചില സ്ഥലത്ത് നമ്മൾ എത്രയധികം ആത്മാർത്ഥത കാണിച്ച് നിന്നാലും നമുക്കൊരു ഇൻക്രിമെന്റ് തരികയോ ഒന്നും ചെയ്യത്തില്ല. ഒരു അപ്രിസിയേഷൻ പോലും, നിങ്ങൾ നന്നായിട്ട് ചെയ്തു എന്നൊരു കാര്യം പോലും അവിടുത്തെ ഓണേഴ്സ് പറയാറില്ല. പക്ഷെ ഇവിടെ ഒറ്റൊരു കാര്യത്തിൽ നിന്ന്, ശരി ഇവർ തന്നെ പറയുന്നു ഇവരുടെ അക്കൗണ്ടിലേക്ക് കാശ് വന്ന് എന്തും ആയിക്കോട്ടെ, ഇവരുടെ വായ കൊണ്ട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്, എന്താ പറയുന്നത്, ദിയ ഞങ്ങൾക്ക് കാശ് തരാറുണ്ട്, ഞങ്ങൾക്ക് ഇൻക്രിമെന്റ് തരാറുണ്ട്, ഞങ്ങൾക്ക് 5,000 10,000 തരാറുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി. അവരെത്രത്തോളം അവർ ഗർഭിണിയായി, അവർ പ്രഗ്നൻ്റ് ആയപ്പം എത്രത്തോളം അവരുടെ സ്റ്റാഫുകൾ വിശ്വസിച്ച് അവരുടെ ആ സ്ഥാപനം ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ലോകത്ത് ഏതൊരു പെണ്ണിനും ആ ഫീൽഡിലേക്ക് ഇറങ്ങി ഒരു ബിസിനസ് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ല. കാരണം ബിസിനസ്സിലൊക്കെ വളരെയധികം കോമ്പറ്റീഷനുണ്ട്. അവരത്രയധികം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് ഒരു ബിസിനസ് ഇങ്ങനെ വിജയിച്ച്. ഇന്നത്തെ കാലത്ത് ആർക്കും ബിസിനസ് തുടങ്ങാം, ഓൺലൈൻ ബിസിനസ് തുടങ്ങാം, ഓഫ്ലൈൻ തുടങ്ങാം. പക്ഷെ അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്, അതിൻ്റെ പുറകിൽ അവർ കൊടുക്കുന്ന എഫേർട്ട്, കൺസിസ്റ്റൻസി, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും കഷ്ടപ്പെട്ട് അവരൊരു ഓർഗനൈസേഷൻ മുമ്പോട്ട് കൊണ്ടുവന്ന് അവിടെ ജോലിക്കാരെ നിയമിച്ച് അവരെ വിശ്വസിച്ച് അവർ പ്രഗ്നൻ്റ് ആയ സമയത്ത്, അവരുടെ ഡെലിവറി അടുത്ത സമയത്ത് എന്തായാലും ഇവൾമാർ ചെയ്തത് നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്നിട്ട് ഇവൾമാർ കേസ് കൊടുത്തിട്ട് ഞങ്ങൾ അത് പറഞ്ഞു, ഞങ്ങൾ ഇത് പറഞ്ഞു, രാഷ്ട്രീയം, കമ്മ്യൂണിസം അതിലേക്ക് കയറ്റിയിടുന്നു. ഇവരെന്താ ഈ പറയുന്നത് തന്നെ നമുക്ക് ഒത്തിരി എന്താ പറയുന്നത്, ഇവൾമാർ ഉണ്ടല്ലോ ശരിക്കും അത് നല്ലതായിട്ട് കിട്ടണം കേട്ടോ. ഇപ്പൊ കൃഷ്ണകുമാർ പറഞ്ഞ പോലെ മുമ്പിലിരിക്കുന്ന പെൺകുട്ടികളാണ്, അവരുടെ ഭാവി ചിന്തിച്ചിട്ട് ഞങ്ങൾ കേസിന് പോയില്ല, ഞങ്ങൾക്ക് സെറ്റിൽ ചെയ്ത് എടുക്കാനായിരുന്നു താല്പര്യം എന്ന് പറയുമ്പം അത്തരത്തിലുള്ള സെറ്റിൽമെന്റ് ഒരിക്കലും ഇവരർഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇവരുടെ അവസ്ഥ ഇങ്ങനെയായത് അല്ലേ. ഇപ്പം ഒരു നേഴ്സാണെങ്കിലും അല്ലെങ്കിൽ വേറെ ആരാണെങ്കിൽ പോലും എത്ര നമ്മൾ ജോലി ചെയ്തു എന്ന് പറഞ്ഞാലും, എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് ഒരു ഇൻക്രിമെൻറ്റും എല്ലാം തരുന്നത് ഒരു ലിമിറ്റേഷനിലായിരിക്കും. പക്ഷെ ഇവർ ഇത്ര നന്നായിട്ട് ഇവരുടെ സ്റ്റാഫിനെ എല്ലാം ചെയ്തിട്ടും ഇവർക്ക് ഇങ്ങനെയൊരു അവസ്ഥ വന്നല്ലോ അല്ലേ. എനിവേ, ഈ ഇവൾമാർക്ക് അത് നല്ലത് കിട്ടണം. എല്ലാ തെളിവുകളും സഹിതം ഇവൾമാരെ പൊക്കണം. ഇവൾമാർ നന്നായിട്ട് സഫർ ചെയ്യണം. ഇത്തരത്തിലുള്ള കള്ളത്തരം അവരെ വിശ്വസിച്ചേൽപ്പിക്കുന്നവരെ ഒരിക്കലും കാണിക്കരുത്. നമ്മൾ എവിടെ ജോലി ചെയ്യാൻ പോകുന്നോ അത് നമ്മുടെ ആഹാരമാണ്, നമ്മുടെ അന്നം അതുകൊണ്ടാണ്, നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളും ഓടുന്നത് അതുകൊണ്ടാണെന്നുള്ളൊരു ചിന്തയോടുകൂടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവൾമാർക്ക് ഈ പ്രശ്നം ഒന്നും ഉണ്ടാവത്തില്ല. അതായത് ഇവൾമാർ ചെറുതീന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ ആരും കണ്ടുപിടിച്ചില്ല. ഇവൾമാർക്ക് കാര്യങ്ങളൊക്കെ ഈസിയായി, പിന്നെ അത് വലുതായി 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 വളരെ വലുതായി. പക്ഷേ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം ഉണ്ട്, അതുകൊണ്ടാണ് അത് ഇപ്പോഴെങ്കിലും കണ്ടുപിടിച്ചത്. എനിവേ, ദിയ
ഞാൻ ദിയയുടെ ഒപ്പം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ദിയ കുറ്റക്കാരിയാണെന്ന് 1% പോലും എനിക്ക് തോന്നുകയില്ല. കാരണം ഇതെല്ലാം പൊളിഞ്ഞു, ഇവരുടെ കള്ളത്തരങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ട്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.